നമ്മുടെ മനസ്സിലൊക്കെ തീരാ മുറിവാണ് അതുല്യ. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷ് ഇപ്പോൾ കസ്റ്റഡിയിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ വലിയതുറ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ജിനാഥ് തിരുവനന്തപുരത്ത് നിന്നും അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഏറ്റുവാങ്ങുക. സതീഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ കൊല്ലത്ത് എത്തിച്ച ശേഷം ജാമ്യത്തിൽ വിടും. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്? ഇപ്പോൾ സതീഷ് എവിടെയാണുള്ളത്? അറിയ പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സതീഷ് എത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. സ്വാഭാവിക നടപടിയാണെന്ന് പറയുന്നത്. കാരണം മുൻകൂർ ജാമ്യം കിട്ടതിൻ്റെ ഭാഗമായാണ് ഇവിടേക്ക് എത്തിയത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് എത്തിക്കഴിഞ്ഞാൽ പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കൈമാറും. പിന്നീട് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്തായാലും പ്രതിഭാഗം അഭിഭാഷകൻ നമ്മളൊപ്പം മുനീർ ശംസുദ്ദീൻ നമ്മളൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി കിട്ടാനൊരു ഗ്രൗണ്ട്സ് എന്തായിരുന്നു നമ്മൾ ഉന്നയിച്ചത്? ആദ്യമായിട്ട് ഞാനല്ല, കൊല്ലത്തെ സീനിയർ അഭിഭാഷകൻ സി പ്രതാപേന്ദ്രൻ പിള്ള സാറാണ് ഇതിൻ്റെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ. അപ്പോൾ എന്താണ് ചോദിച്ചത്? ഏത് ഗ്രൗണ്ട്സിലാണ് നമുക്ക് മുൻകൂർ ജാമ്യം എന്ന് ലഭിച്ചത്? മുൻകൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചിട്ട് ഇപ്പോൾ താൽക്കാലികമായി കസ്റ്റഡി ആവശ്യമില്ല എന്ന് കണ്ടിട്ടാണ് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചത്. ഇത് UAE-യിലെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിദേശത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിച്ചിട്ടാണ് അത് കൊലപാതകം തെളിഞ്ഞിട്ടില്ല, ഹാങ്ങിങ് അല്ലെ തൂങ്ങി മരിച്ചു എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ്. പറഞ്ഞത് ശരിയാണ്. കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായ് നൽകിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ്. നമുക്ക് ക്രൈംബ്രാഞ്ച് എത്തിക്കഴിഞ്ഞാൽ മുന്നിലുള്ള നടപടി എങ്ങനെയായിരിക്കും? ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം ജാമ്യത്തിൽ 2 ലക്ഷം രൂപ വരുന്ന 2 ആൾ ജാമ്യത്തിൽ വിടണമെന്നാണ് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇത് റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളത് പുറത്ത് വരാനിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഒരു പക്ഷേ വീണ്ടും ഈ ഭാഗത്തിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു ഘട്ടം ഉണ്ടാകും. അല്ല, കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇപ്പോൾ നിലവിലിരിക്കുന്നതായത്. ശരി രാഹുൽ.